അയോധ്യയിൽ നിരവധി ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ നിലവിൽ സൂചിപ്പിച്ചു. അതിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായി ചെറിയ പാക്കേജുകൾ, അതായത് അവിടുത്തെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാക്കേജുകൾ നമ്മൾ നിരവധിയായി ചെയ്തിട്ടുണ്ട്. ഹനുമാൻഗിരി ആണെങ്കിലും സൂര്യകുണ്ടാണെങ്കിലും ദശരഥ അമ്പലമാണെങ്കിലും അത്തരത്തിൽ നിരവധി ക്ഷേത്രങ്ങളാൽ സമ്പന്നം കൂടിയാണ് രാമജന്മഭൂമി. അത്തരത്തിൽ ഒന്നാണ് ജിഷ്ണു, രാജാ ദശരഥ മഹാരാജാവിൻ്റെ സമാധിപീഠം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോയിട്ടുള്ളതാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററിനടുത്ത് സഞ്ചരിക്കുമ്പോഴാണ് വില്വഹരിഘാട്ട് എന്ന ഒരു പ്രദേശമുണ്ട്. ആ വില്വഹരിഘാട്ടിൻ്റെ പ്രത്യേകത ദശരഥ മഹാരാജാവിൻ്റെ സമാധിപീഠം അവിടെയാണ് ഒരുക്കിയത്. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ദശരഥൻ്റെ ദേഹവിയോഗം സംഭവിക്കുന്നത് ഭഗവാൻ ശ്രീരാമൻ അയോധ്യയിലുള്ളപ്പോഴല്ല. ഭഗവാന്റെ ആ 14 വർഷത്തെ വനവാസ തുടക്കകാലത്തിലാണ് ദശരഥ മഹാരാജാവിൻ്റെ ദേഹവിയോഗം സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഭരതനും ശത്രുഘ്നനും അവരാണെന്ന് അയോധ്യയിൽ ഉണ്ടായിരുന്നത്. ഇരുവരും ചേർന്നുകൊണ്ട് പിതാവിൻ്റെ ചടങ്ങുകൾ, അന്ത്യ ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ ഈ സരയൂ തീരത്ത് നടത്തി. അതിനുശേഷം ദശരഥൻ്റെ സമാധിപീഠം ഈ വില്വഹരിഘാട്ടിൽ ഒരുക്കി എന്നതാണ് ഐതിഹ്യം. ആ വില്വഹരിഘാട്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ടിന് ശേഷം മടങ്ങിയെത്താം. അയോധ്യ നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ മാറിയാണ് വില്വഹരിഘാട്ട്. പാടത്തിന്റെ ഓരത്ത് ദശരഥ സമാധിയും ക്ഷേത്രവും. ശ്രീരാമന്റെ വനവാസകാലത്താണ് രാജാ ദശരഥന്റെ ദേഹവിയോഗം എന്നതിനാൽ ഭരതനും ശത്രുഘ്നനും ചേർന്ന് സരയൂ തീരത്ത് ചിതയൊരുക്കി. പിന്നീട് വില്വഹരിഘാട്ടിൽ സമാധിപീഠം സ്ഥാപിച്ചുവെന്നാണ് ഐതിഹ്യം. सबसे पहले तो हम ये जानना चाहें कि अयोध्या की जो शास्त्रीय सीमा है, एक मत्स्याकार है, जो बाहर से आने वाले हैं श्रद्धालु भक्तगण, उन्हें केवल इतना पता है कि अयोध्या मेन शहर में राम जन्मभूमि, हनुमानगढ़ी, कनक भवन, सरयू स्नान अगर उनका हो गया तो समझिए दर्शन पूरा हो गया। लेकिन हमारी अयोध्या की जो शास्त्रीय सीमा है, स्कंद पुराण के अनुसार एक मत्स्याकार है। मान लीजिए किसी मछली को पूरब पश्चिम दिशा में रख दिया जाए तो मछली का मुख्य वाला हिस्सा गुप्तार घाट, वो भी एक हरी है गुप्त हरी, मछली का हृदय क्षेत्र आज अयोध्या शहर और जहाँ इस समय हम बैठे हुए हैं यह पूछ वाला हिस्सा है. രാജാ ദശരഥനെ കൂടാതെ ഭരതന്റെയും ശത്രുഘ്നന്റെയും പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്.